സി ജോസഫ് വിജയ് എന്നും ഞാൻ. അതെ, ഞാൻ ജോസഫ് വിജയ്. അങ്ങനെ ആ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നായിരുന്നു ജനത്തിന് അറിയേണ്ടിയിരുന്നത്. എന്താണ് തമിഴക CM അങ്ങ് TVK എന്ന മുന്നണി ഉണ്ടാക്കി മത്സരത്തിനിറങ്ങിയപ്പോൾ നാമനിർദ്ദേശ പത്രിക കൊടുത്തപ്പോഴൊക്കെ ഈ ജോസഫ് എന്ന പേര് കണ്ടില്ലല്ലോ, വെറും വിജയിയായിരുന്നു. അപ്പോൾ ഈ മൊത്തം പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകാൻ താങ്കൾ ധൈര്യം കാട്ടിയെങ്കിൽ അത് ആരെ പ്രതിപ്പെടുത്താനാണ്? ജനത്തിനൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. സി ജോസഫ് വിജയ് എന്നും ഞാൻ. சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலைநிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ സ്റ്റാർ വിജയ്, തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ സി ജോസഫ് വിജയിയായി അങ്ങനെ തമിഴ്നാടിൻ്റെ ഏറ്റവും പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. ചെന്നൈയിലെ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഗംഭീരമായ ചടങ്ങ് നടന്നു. അങ്ങനെയാണ് അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ അമരക്കാരനായി ചുമതലയേറ്റത്. കഴിഞ്ഞ 6 പതിറ്റാണ്ടിനിടെ തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തുന്ന ദ്രാവിഡ ഇതര മുഖ്യമന്ത്രിയാണ് ജോസഫ് സ്റ്റാലിൻ. അതെ, DMKയും ADMKയും നോക്കി നിൽക്കെ വിജയിനെ ഇവാഞ്ചലിക്കൽ സഭ തമിഴ്നാട്ടിലെ ആദ്യത്തെ ദ്രാവിഡ ഇതര മുഖ്യമന്ത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. തമിഴകത്തെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ഇനി എത്ര കാലമെടുക്കുമെന്നാണ് അറിയേണ്ടത്. DMK മുന്നിൽ നിന്നും മത്സരിച്ച കോൺഗ്രസ്, CPM, CPI, മുസ്ലിം ലീഗ് ഏറ്റവും ഒടുവിൽ സമ്മർദ്ദങ്ങൾ ഏറെ ഒരു ഉളുപ്പുമില്ലാതെ ഏറ്റുവാങ്ങി VCK കക്ഷികൾ സ്റ്റാലിനെ തള്ളിപ്പറഞ്ഞ് ദ്രാവിഡ തമിഴക ജനതയെ തള്ളിപ്പറഞ്ഞിങ്ങനെ അധികാരത്തിന് പിന്നാലെ പോയി. ഇന്നലെ വരെ സ്റ്റാലിനൊപ്പം ഇന്ത്യ മുന്നിലുണ്ടായിരുന്ന തോൾ കെട്ടുന്ന സാക്ഷാൽ രാഹുൽ ഗാന്ധി പുഞ്ചിരിച്ചുകൊണ്ട് ഈ അധികാരമേൽക്കൽ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ അവിടെ എത്തിയതും മറ്റൊരു ചരിത്ര നിമിഷം. ന്യായം 1. CPM, CPI ചെങ്കുടി സഖാക്കൾ പറയുന്നത് സ്റ്റാലിൻ്റെ അനുവാദത്തോടെയാണ് തങ്ങൾ മുന്നണി വിട്ടതെന്നാണ്. എന്തിനാണ്? BJP തമിഴകം പിടിച്ചെടുക്കാതിരിക്കാൻ. ന്യായം 2. ഇടത് പാർട്ടികളും പുറത്തുനിന്ന് പിന്തുണയ്ക്കും. ഏത് നിമിഷവും സ്റ്റാലിൻ വിളിച്ചാൽ തങ്ങൾ തിരികെ പോകുമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. തമിഴ്നാട്ടിലെ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ പറ്റും, പക്ഷേ രാഷ്ട്രീയ സമൂഹത്തെ മണ്ടന്മാരാക്കാൻ പറ്റില്ല. വിജയ് കൃത്യമായ ഗ്യാരണ്ടി എഴുതി വാങ്ങിയിട്ടാണ് ഈ മുൻനിരകളെ സഖ്യത്തിലേക്ക് എടുത്തിരിക്കുന്നത്. ഇത്രയും പറഞ്ഞതൊക്കെ സ്റ്റാലിനെ പിന്നിൽ നിന്നും കുത്തിയ ഘടക കക്ഷികൾ. ഇനി DMK നേതാവ് ഉദയനിധി സ്റ്റാലിൻ്റെ വാക്കുകൾ കേട്ടാൽ ഞെട്ടും. അത് തമിഴകത്തും DMK പുലർത്തി വന്ന ജനാധിപത്യ മര്യാദയാണ്. ഞങ്ങൾ BJPയുമായി സഖ്യമുണ്ടാക്കില്ല, ഉറപ്പ്. എന്നാൽ ഉദയനിധി വീണ്ടും പറയുന്നു, BJP നേർക്കുനേർ വരുന്ന പാർട്ടിയാണ്, അവർ കോൺഗ്രസിനെ പോലെ പിന്നിൽ നിന്നും കുത്തില്ല. അരിയാഹാരം കഴിക്കുന്ന തമിഴകത്ത് എന്താണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് അവർക്കൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. തമിഴകത്തെ കോൺഗ്രസിൻ്റെ ഈ ചതി കണ്ടുകൊണ്ടാണ് UPയിൽ അഖിലേഷ് യാദവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിനെ, ഇന്ത്യ മുന്നണിയെ വിശ്വാസത്തിലെടുത്ത് തങ്ങളെ പറ്റിക്കാൻ അനുവദിക്കില്ലെന്ന്. കോൺഗ്രസ് വന്നാലും പോയാലും UPയിൽ വലിയ ഉദയമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല തങ്ങൾക്കെന്ന് അഖിലേഷിന് വ്യക്തമായി അറിയാം. പിന്നിൽ നിന്നും കുത്തിയ കോൺഗ്രസിന് രാജ്യത്തെ മറ്റെല്ലായിടത്തും ഒരു പേര് വീണ് കഴിഞ്ഞു, ചതിയൻ പാർട്ടി എന്ന പേര്. മഹാത്മാഗാന്ധി വളർത്തി വലുതാക്കിയ കോൺഗ്രസ് പാർട്ടിക്ക് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റി.
ഇനി കണ്ടറിയണം തമിഴകത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന കോൺഗ്രസ് MLA-മാർക്കൊപ്പം വിജയ് എങ്ങനെ തമിഴക രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന്, തമിഴ്നാട്ടിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന്. സ്റ്റാലിൻ പറഞ്ഞതുപോലെ 6 മാസം കാത്തിരിക്കുകയാണ് DMK. അതിനിടയിൽ വിജയ്ക്ക് മടുക്കുമോ ഈ രാഷ്ട്രീയം? കാത്തിരുന്ന് കാണണം. കാരണം പുതുമുഖമാണ് ഇളയ ദളപതി വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് തന്നെ കന്നി അംഗത്തിൽ തന്നെ MLA-ആയി ഏറ്റവും വലിയ കക്ഷിയായി സർക്കാർ രൂപീകരിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എങ്കിലും കോൺഗ്രസ്സിന് ഈ ഒരു നാണക്കേട് അതൊരു ചതിയൻ പാർട്ടി എന്ന പേര് കൂടി സമ്മാനിച്ചിരിക്കുന്നു. ന്യായം BJP വരാതിരിക്കാൻ തമിഴകത്തെ തങ്ങൾ സംരക്ഷിച്ചു എന്നാണ് ഇടത് പാർട്ടികൾ പറയുന്നത്, മുസ്ലിം ലീഗ് പറയുന്നത്. അധികാരമെന്ന അപ്പകഷ്ണം കണ്ടാൽ അത് കിട്ടാൻ ഏതറ്റം വരെയും പോകുമെന്ന് വീണ്ടും CPM-ഉം CPI-യും മുസ്ലിം ലീഗും ഒന്നുകൂടി തെളിയിച്ചിരിക്കുന്നു.